ഷാഹിദ് കപൂറിനെ നായകനാക്കി മലയാളി സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് ആദ്യമായി ബോളിവുഡിൽ സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് ദേവ. ജനുവരി 31-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. എന്നാൽ തിയേറ്ററുകളിൽ ചിത്രത്തിന് വേണ്ട വിജയം നേടാനായിരുന്നില്ല. മലയാളത്തിൽ വിജയം നേടിയ മുംബൈ പോലീസാണ് ദേവ എന്ന പേരിൽ റോഷൻ ആൻഡ്രൂസ് ഹിന്ദിയിൽ റീമേക്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT-യിലേക്ക് എത്തിയ ചിത്രം ഗംഭീര നേട്ടമാണ് സ്വന്തമാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാർച്ച് 29-നാണ് ചിത്രം OTT സ്ട്രീമിംഗ് ആരംഭിച്ചത്. 7 രാജ്യങ്ങളിൽ ദേവ നെറ്റ്ഫ്ലിക്സ് ട്രെൻഡിംഗിൽ 1-ാം സ്ഥാനത്ത് തുടരുകയാണെന്നാണ് നിർമ്മാതാക്കൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ ആഗോളതലത്തിൽ നോൺ ഇംഗ്ലീഷ് കാറ്റഗറിയിൽ ചിത്രം ഇപ്പോൾ 2-ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. അതേസമയം സമ്മിശ്രാഭിപ്രായങ്ങളാണ് സിനിമയ്ക്ക് OTT-യിൽ ലഭിക്കുന്നത്. ഷാഹിദ് കപൂറിന്റെ പ്രകടനത്തിന് മികച്ച പ്രതികരണം ലഭിക്കുന്നുണ്ടെങ്കിലും സിനിമയുടെ തിരക്കഥയ്ക്കും ക്ലൈമാക്സിനും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ബോബി സഞ്ജയ്ക്കൊപ്പം ഹുസൈൻ ദലാൽ, അബ്ബാസ് ദലാൽ, അർഷാദ് സയ്യിദ്, സുമിത് അറോറ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ജെയ്ക്സ് ബിജോയാണ് ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം. സി സ്റ്റുഡിയോസും റോയ് കപൂർ ഫിലിംസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൽ പൂജ ഹെഗ്ഡെയാണ് നായിക. റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്യുന്ന ആദ്യ ബോളിവുഡ് സിനിമ കൂടെയാണ് ദേവ. 80 കോടി ബജറ്റിൽ ഒരുങ്ങിയ സിനിമയ്ക്ക് ആഗോളതലത്തിൽ 50 കോടിയോളം രൂപ മാത്രമാണ് നേടാനായത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.